LP, UP ഇൻ്റർവ്യൂവിന് ആവശ്യമായ ഒരു ടോപ്പിക്കാണ് സിലബസും കരിക്കുലവും. അതുകൊണ്ട് തന്നെ സിലബസും കരിക്കുലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സിലബസ് അതായത് പാഠ്യക്രമം. സിലബസ് എന്നാൽ പാഠ്യപദ്ധതിയല്ല. സിലബസ് പാഠ്യപദ്ധതിയിൽ വരുന്ന ചെറിയൊരു ഭാഗമാണ്. ഇത് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന പഠന സാമഗ്രികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഔപചാരിക വിഷയങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. അതായത് സിലബസ് ഒരു പാഠ്യപദ്ധതിയല്ല, പാഠ്യപദ്ധതിയിൽ വരുന്ന ചെറിയൊരു ഭാഗമാണ്. ഇത് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന പഠന സാമഗ്രികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഔപചാരിക വിഷയങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. ഇത് വൈജ്ഞാനിക വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. അതായത് സിലബസ് വൈജ്ഞാനിക വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. അടുത്തത് കരിക്കുലമാണ്. കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി. പാഠ്യപദ്ധതി ഒരു വിശാലമായ ആശയമാണ്. പാഠ്യപദ്ധതി ഒരു വിശാല ആശയമാണ്. ഇത് എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്കൂളിനുള്ളിൽ നേടിയ അനുഭവങ്ങളുടെയും ആകത്തുകയാണ്. അതായത് ഇത് എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്കൂളിനുള്ളിൽ നേടിയ അനുഭവങ്ങളുടെയും ആകത്തുകയാണ്. ഇതിൽ ഔപചാരികവും അനൗപചാരികവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. കരിക്കുലത്തിൽ ഔപചാരികവും അനൗപചാരികവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ പാഠ്യപദ്ധതിയിലും ഔപചാരികമായ വിഷയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഉൾപ്പെടുന്നത്. അതുപോലെ കരിക്കുലം വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള വികസനം ലക്ഷ്യമിടുന്നു. ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നത് വരെ സ്കൂളിൻ്റെ കീഴിൽ വരുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു. അതായത് കരിക്കുലത്തിൽ ഉൾപ്പെടുന്നതാണ്. ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നത് വരെ സ്കൂളിൻ്റെ കീഴിൽ വരുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു. കെന്നത്ത് റിച്ച്മണ്ട് പാഠ്യപദ്ധതിക്ക് നൽകിയ നിർവചനമാണ്: സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് പാഠ്യപദ്ധതി. സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് പാഠ്യപദ്ധതി. അതുപോലെ തന്നെ സെക്കൻഡറി കമ്മീഷൻ പാഠ്യപദ്ധതിയെക്കുറിച്ച് നിർവചിച്ചത്: ക്ലാസ് റൂം, ലൈബ്രറി, വർക്ക്ഷോപ്പ്, കളിസ്ഥലം എന്നിവിടങ്ങളിലെല്ലാം അധ്യാപകനും കുട്ടിയും തമ്മിൽ നടക്കുന്ന ഔപചാരികവും അനൗപചാരികവുമായ ഇടപെടലുകളിലൂടെ ആർജിക്കുന്ന എല്ലാ അനുഭവങ്ങളും ചേർന്നതാണ് പാഠ്യപദ്ധതി. സെക്കൻഡറി കമ്മീഷൻ നിർവചിച്ചത്: ക്ലാസ് റൂം, ലൈബ്രറി, വർക്ക്ഷോപ്പ്, കളിസ്ഥലം എന്നിവിടങ്ങളിലെല്ലാം അധ്യാപകനും കുട്ടിയും തമ്മിൽ